ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 അതൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംഭവം കണ്ടു. ഇന്നലെ നൈറ്റ് BB+നകത്ത് ഹോസ്പിറ്റലിലാണ്. അതിൻ്റെ ചെറിയൊരു വോയിസിനകത്തൊക്കെ വ്യത്യാസം ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടിട്ടാണ്. നമ്മൾ കണ്ടതാണ് ഇന്നലെ ആ ഒരു എപ്പിസോഡിനകത്ത്. എന്താ പറയുക, റെനയുടെയും ഗ്യാങ്ങിൻ്റെ അണ്ണാക്കിൽ കൊടുത്തു അല്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ആ ബുള്ളി ഗ്യാങ്ങിനെ ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിനകത്താണ് നമ്മുടെ നൂറേയും അതുപോലെ തന്നെ ആദിലയും പെരുമാറിയത്. എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ബുള്ളിക്കാനൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ആദ്യം ഒരാളെ വിട്ട് അറ്റാക്ക് ചെയ്യും, പിന്നെ കൂട്ടത്തോടെ വന്ന് അറ്റാക്ക്. ഇതാണ് ഇവരുടെ രീതി. ആ രീതിക്ക് നല്ല പൊളിച്ചടുക്കിയിട്ടുണ്ട്. മതിയണം, ഫൈറ്റ് ചെയ്യണം, ഒരാൾ നിന്ന് ഫൈറ്റ് ചെയ്താൽ അവർ മിണ്ടത്തില്ല എന്നുള്ളൊരു തെളിവാണത്. ഇന്നലെ റെനേനെ നമ്മുടെ നൂറ പറയുന്നുണ്ട് അക്ബറിൻ്റെ മഞ്ഞവള്ളിയാണ്, എന്തിൻ്റെ നിക്കറിൻ്റെ മഞ്ഞവള്ളിയാണ്, അതുപോലെ തന്നെ മൂട് താങ്ങി കിടക്കാണ്. ഏറ്റവും വലിയ കാര്യം ജിസേലിൻ്റെ മസാജ് സെൻ്ററാണ്. കറക്റ്റാണ്, ഏത് സമയം മസാജ് ചെയ്ത് കൊടുക്കല. റേന അതിനിടയ്ക്ക് പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് കരഞ്ഞല്ല, ബാത്റൂമിൽ പോയിട്ട് വരുന്നുണ്ട്. കരഞ്ഞതാണെന്ന് അറിയില്ല. റേനയുടെ ഫേസ് ഇന്നലെ കാണും, ചമ്മി നാറിയിരിക്കുന്ന ഫേസാണ് ഇന്നലെ കാട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ആദില നൂറ ഇതുവരെ കളിച്ചത് ഒരു ന്യൂട്രൽ ഗെയിമായിരുന്നു. കുറച്ച് ദിവസം മുന്നേ വരെ ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും ഇവരെക്കുറിച്ച് ആലോചിക്കും, കാരണം ഇവർക്ക് ഒരുപാട് പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ്. കാരണം ഒരു +2 തുടങ്ങിയിട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് വീട്ടിൽ പിടിക്കുന്നു, ഫൈറ്റ് ചെയ്ത് വന്നവരാണ്. ഇവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. കാരണം ഇവർ അന്നും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഇന്നും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയുണ്ട് ഇവർക്ക്. ഇവർക്ക് തളർന്ന് നിന്നോടുന്ന് ഇവർ ഫിനിക്സ് പക്ഷികളെ പോലെ എഴുന്നേറ്റ് വന്നവരായിരിക്കണം. ഇവരൊരിക്കലും ഇങ്ങനെ നിന്നാൽ പോരാന്ന് എനിക്ക് എപ്പോഴും ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവർ പൂമ്പാറ്റകളിൽ നിന്ന് മാറി നല്ല തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അത് മതി ഒരു ടോപ്പ് 5-നകത്ത് ഇവരെ 2 വരെ ഉറപ്പിക്കാം. കാരണം ഒരു BB മെറ്റീരിയലാണ്. തിരിച്ചടിച്ച അടിക്കടി എന്ന് പറഞ്ഞിട്ടുള്ള ടീംസാണ്. വാഗുണ്ട്. പിന്നെ ഇവർ ഫിസിക്കൽ അസോൾട്ട് ചെയ്യില്ല, അത് അവർക്ക് നന്നായിട്ട് അറിയാം. അത് ഈ ഗെയിമിന് എതിരാണെന്നുള്ള കാര്യം. വാഗുകൊണ്ട് തിരിച്ചടിച്ച് മറത്തിടാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ആ വീട്ടിലായിരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേഷനായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് നോക്കിക്കോട്ടോ. 200 ആയിട്ടുള്ളൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. നമുക്കൊരു 1000-ത്തിലോട്ടൊക്കെ എത്തിക്കണ്ടേ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മീ.